ഇന്ന് സംഭവിച്ചത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് അന്വേഷണ കുരുക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്രം. വിശദമായ അന്വേഷണത്തിന് 3 അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചു. 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം. മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് വിശദമായ അന്വേഷണമെന്നാണ് ഉത്തരവിലുള്ളത്. ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത്. KSIDC മറുപടി പോലും നൽകിയില്ല എന്നും വെള്ളിയാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ ഉണ്ട്. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന PV പിണറായി വിജയൻ തന്നെയാണെന്ന് പരാതിക്കാരനായ കേരള ജനപക്ഷം നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, എനിക്കെന്തെങ്കിലും സംഭവിച്ചു, ഇതിന് പെറ്റീഷൻ കൊടുത്ത പലരും ആത്മഹത്യ ചെയ്തായി നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നേരത്തെ പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ തന്നെ, എന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ തന്നെ ഈ കേസ് മുമ്പോട്ട് പോകാൻ 5 പേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, ROC പോണ്ടിച്ചേരിയിൽ നിന്നും A ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല. 24 ഡൽഹി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ പ്രതികരിക്കാതെ CPIM. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJPയുടെ നീക്കമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. എന്നാൽ CPIM BJP ധാരണ പ്രകാരമുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രിയായാലും മകളായാലും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്നാണ് CPIM നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് അന്വേഷണമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. നാളെ രാവിലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചേക്കും. എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന LDF കൺവീനർ EP ജയരാജൻ. ഇത് ഇന്ത്യയിൽ BJP എല്ലാ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. വീണയ്ക്കെതിരായ ആരോപണം കുറെ കണ്ടതാണെന്നും ബാക്കി നേതൃത്വം പറയുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണത്തെ പറ്റി അറിഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ന്യായവും നീതിയുമില്ലാത്ത നടപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് വിമർശനം. ഞാൻ ഒന്നും കണ്ടിട്ടില്ല അതിനെപ്പറ്റി. കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താ? അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള യന്ത്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ആ അന്വേഷണത്തിനെ പറ്റി അതുകൊണ്ട് ഒന്നും അറിയാതെ പറയാൻ പറ്റില്ല. ഡീറ്റെയിൽസ് കം. എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലയ്ക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് ഉപ്പിലിട്ടോ എന്ന് സംശയമുണ്ടെന്നും VD സതീശന്റെ പരിഹാസം. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ്. ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ധാരണയിലേക്ക് CPIM-ഉം BJP-യും പോവുകയാണ്. ഇരവാദമുയർത്തി രക്ഷപ്പെടാമെന്ന് CPIM കരുതേണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. എല്ലാ കേസുകളിലും അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. ഈ ഇരവാദമുയർത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള ധാരണ, ആ ധാരണ മാറ്റിവെക്കണം. തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിൽ പോകും. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും മകളാണെങ്കിലും നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് അവരും ഓർമ്മിക്കണം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിൽ സംശയമുണ്ടെന്ന് K മുരളീധരൻ MPയും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാനാകും CPM നേതൃത്വം മുതിരുക?
വേണു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് CPM നേതൃത്വം വളരെ കരുതലോടുകൂടിയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. MP ജയരാജൻ ഇതിനെ പരാമർശിച്ചത് ഇതൊരു രാഷ്ട്രീയ ആരോപണമാണെന്നാണ്. മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇത്രയോ ആരോപണങ്ങൾ സമാനമായ രീതിയിൽ കണ്ടു, പാർട്ടി ഇതിന് മറുപടി പറയും എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ്. AK ബാലൻ പറഞ്ഞത് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, A to Z കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മറുപടി പറയുമെന്നാണ്. കരുതലോടുകൂടിയുള്ള ഒരു നീക്കമാണ് ഈ വിഷയത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നാളെ ഗോവിന്ദൻ മാഷ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. CPM ഈ വിഷയത്തെ കൃത്യമായി രാഷ്ട്രീയമായി ഒരു രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം, മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കേന്ദ്ര അന്വേഷണം എന്നുള്ള രീതിയിൽ വിലയിരുത്തി ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ജനങ്ങൾക്കിടയിൽ ഉയർത്തി കാണിക്കാനാണ് ശ്രമിക്കുക. അത്തരത്തിൽ തന്നെയാണ് CPM നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും കരുതലോടുകൂടിയായിരിക്കും CPM ഈ വിഷയത്തെ പരിഗണിക്കുക. അത്തരത്തിൽ തന്നെയായിരിക്കും നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്യുക. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായൊരു മറുപടി ഗോവിന്ദൻ മാഷ് നാളെ നൽകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഈ വിഷയത്തെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം LDF-നെതിരെയുമുള്ള ആയുധമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകമാണ്, ഈ അന്വേഷണം എത്ര കാൽ നീളുമെന്ന് നമുക്ക് പരിശോധിക്കാമെന്നാണ്. ഒപ്പം മുരളീധരൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് കേന്ദ്രമന്ത്രി പറയുമ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെ ഈ അന്വേഷണം എത്ര നാൾ നീളുമെന്ന സംശയവും പ്രകടിപ്പിക്കുന്നു. എന്തായാലും CPM ഈ വിഷയത്തിൽ കൃത്യമായ കരുതലോടുകൂടി നീങ്ങുന്നു. അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ CPM-ന്റെ മുതിർന്ന നേതാക്കളിൽ നിന്നും നമ്മൾ കണ്ടത്. എടുത്തുചാടി ഒരു പ്രതികരണം നടത്തേണ്ട, കൃത്യമായി ഇത് BJP-യുടെ രാഷ്ട്രീയ ആയുധമാണ്, അവർ ആക്രമിക്കുകയാണെന്നുള്ള, വേട്ടയാടുകയാണെന്നുള്ള ഒരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആക്രമണമാക്കി മാറ്റാനാണ് CPM നിലവിൽ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിനുൾപ്പെടെ ആ രീതിയിൽ മാറ്റിയതിനു ശേഷം മറുപടി നൽകാനാണ് CPM ഉദ്ദേശിക്കുന്നത്. എന്തായാലും CPM നേതൃത്വത്തിൽ നിന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നാളെ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം ഉണ്ടാകും. എന്തായാലും കൃത്യമായ ആലോചന ഈ വിഷയവുമായി ബന്ധപ്പെട്ട CPM കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. കൃത്യമായി പക്വമായ ഒരു നിലപാട് നൽകാമെന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നേതാക്കൾക്കിടയിലെ ധാരണ. അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയായിരിക്കും CPM-ൽ നിന്ന് നാളെ ഉണ്ടാവുക. വേണം. AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ പിന്തുണ തേടി സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷവുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി. മറ്റന്നാൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം സഹകരിക്കുന്നില്ലെന്ന് നവകേരള സദസ്സ് വേദികളിൽ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ഒരു ഘട്ടത്തിലും സംസാരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല. എന്തോ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് കോൺഗ്രസും UDF. പല വിധത്തിൽ കേന്ദ്രം സംസ്ഥാനത്തെ വീർപ്പുമുട്ടിച്ചിട്ടും അതിനെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷം സർക്കാരുമായി സഹകരിക്കുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആക്ഷേപം. നവകേരള സദസ്സ് വേദികളിൽ സർക്കാർ അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷവുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. കേന്ദ്രത്തിനെതിരെ സർക്കാർ നടത്താനിരിക്കുന്ന നീക്കങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടും. കേന്ദ്ര സമീപനത്തെ വിമർശിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും പ്രതിപക്ഷം ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള പ്രതിപക്ഷ നിലപാട് നിർണായകമാകും. 24 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ കേരളത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ ഭരണ പ്രതിപക്ഷ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് 24-ന്റെ PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള അഭിമുഖം. സർക്കാർ പ്രതിപക്ഷവുമായി ചർച്ച നടത്തണം എന്ന് പ്രതിപക്ഷ ഉപനേതാവ് അഭിമുഖത്തിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് സ്വാഗതം ചെയ്തു. ഇതോടെ ചർച്ചയ്ക്കുള്ള നീക്കം സർക്കാർ തുടങ്ങി. നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായ നാളുകൾ. കേന്ദ്ര ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ പോലും വിരുദ്ധ നിലപാടുകൾ. ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി 24-ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ അതിഥിയായത്. 24 പ്രതിനിധി ദീപക് ധർമ്മടത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം രാഷ്ട്രീയ താൽപര്യം മറന്നുള്ള പുതിയ ചർച്ചയ്ക്ക് സാധ്യത തുറന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെൻറ് പ്രതിപക്ഷത്തിനും കൂടി കൂട്ടി ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തട്ടെ.
കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരുക തന്നെ വേണം, കിട്ടിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ, പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ ഗവൺമെൻറ് അതിനുവേണ്ടി ഫലപ്രദമായ ഒരു നീക്കം ഇതുവരെ ഓൾ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ 24 അഭിമുഖത്തിലെ ഈ പരാമർശത്തിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യത്തെ സ്വാഗതം ചെയ്തു. സ്വാഗതാർഹമായ നിലപാടാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ. ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. നവകേരള സദസ്സിനു നേരെ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നുവെങ്കിലും ചർച്ചാ നീക്കങ്ങളുമായി മുഖ്യമന്ത്രി മുന്നോട്ടു പോയി. ഒടുവിൽ ഔദ്യോഗിക തീരുമാനവുമെത്തി. തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഇവിടുത്തെ സർക്കാരിന്റെ ധൂർത്തുകൂടിയാണെന്ന വിമർശനം പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചയിൽ സമവായത്തിന്റെ സാധ്യത എത്രത്തോളമാണ്? സമവായ സാധ്യത എന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണ തേടുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവകേരള സദസ്സിന്റെ വേദിയിൽ നമ്മൾ കണ്ടതാണ്. അതായത് കേന്ദ്രത്തെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടിക്കെതിരെ പ്രതിപക്ഷം യോജിച്ച് പ്രവർത്തിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ. അത് ഇതുമായി ബന്ധപ്പെട്ട് പലതവണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിൽ പ്രചാരണ വിഷയമാക്കിയതാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വി ഡി സതീശൻ, ടി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ഇക്കാര്യത്തിൽ പിന്തുണ തേടുക, അതായത് ഡൽഹിയിലടക്കം LDF ആഹ്വാനം ചെയ്തിരിക്കുന്ന, അതേപോലെ തന്നെ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പരമാവധി പിന്തുണ ഉറപ്പാക്കുകയാണ് മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്നത്. മാത്രവുമല്ല ഇക്കാര്യത്തിൽ ചില ജനകീയ സദസ്സുകളടക്കമുള്ള കാര്യങ്ങൾ നടത്താനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ശബരിമല വാർത്തകൾ. മകരവിളക്ക് മഹോത്സവത്തിന് ഇനി 2 നാൾ. സന്നിധാനത്ത് വൈകുന്നേരത്തോടെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകർ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്ത് പർണശാലകൾ കെട്ടി താമസിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. മകരവിളക്കിന് മുന്നോടിയായുള്ള പ്രസാദ ശുദ്ധിക്രിയ 5 മണിയോടെ ആരംഭിച്ചു. എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നു തത്സമയം. ശ്രീകാന്ത്, ഒരുക്കങ്ങൾ എവിടെ വരെയായി? സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാന്ത്, കേൾക്കാമോ? എന്തൊക്കെയായി ഒരുക്കങ്ങൾ? സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പോൾ സന്നിധാനത്തേക്ക് ഭക്തരുടെ ഒഴുക്ക് തുടരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരല്പം തിരക്ക് കുറഞ്ഞു നിന്നിരുന്നുവെങ്കിലും വൈകുന്നേരത്തോടെ ഭക്തരുടെ എണ്ണം കൂടി വരികയാണ്. അത് സ്വാഭാവികവുമാണ്. കാരണം മകരവിളക്കായി കഴിഞ്ഞാൽ മകരവിളക്കിനോടനുബന്ധിച്ച 2 ദിവസങ്ങൾ വലിയ തോതിൽ തിരക്കുണ്ടാകാറുണ്ട്. പക്ഷേ അത്തരത്തിലൊരു തിരക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും കൂടുതൽ ഭക്തജനങ്ങൾ മല കയറി ഇവിടേക്ക് എത്താൻ പോകുന്നത്. ഇതര സംസ്ഥാന ഭക്തർ ഒട്ടനവധി പേർ ഇപ്പോൾ പാണ്ടിത്താവളത്തിലടക്കം പർണശാലകൾ കെട്ടി ഇതിനോടകം തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് അവരുടേത്. കാരണം ഈ മകരവിളക്ക് മഹോത്സവം കണ്ട്, മകരജ്യോതി കണ്ട് തൊഴുത് മല ആ ഒരു സമയത്തെ മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പർണശാല കെട്ടിക്കിടക്കുന്നവരൊക്കെ തന്നെ ഇനി മലയിറങ്ങുകയുള്ളൂ. അതുവരെയും അവർ ഈ സന്നിധാനത്ത് തന്നെ ഉണ്ടാകും. മറ്റൊന്ന്, തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയോടുകൂടി പന്തളത്തു നിന്നും പുറപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് അയിരൂരാണ് തിരുവാഭരണ ഘോഷയാത്ര സമാപനം ഉള്ളത്. ശേഷം നാളെ വീണ്ടും തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. 15-ാം തീയതി സന്നിധാനത്തെത്തി സർവാഭരണ വിഭൂഷിതനായ ശബരിമല ശാസ്താവിനെ കണ്ട് ദർശിച്ച് ഭക്തർക്ക് മടങ്ങാൻ സാധിക്കും. അന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും തിരുവാഭരണം സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണാം എത്ര കണ്ട് തിരക്ക് ഈ മകരവിളക്ക് ദിനത്തോടനുബന്ധിച്ച് സന്നിധാനത്തുണ്ട് എന്നുള്ളത്. ഈ തിരുവാഭരണ ഘോഷയാത്രയെ പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന അംഗം അനുഗമിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബത്തിൽ ഒരു മരണം നടന്നതിനാൽ ഇത്തവണ ആ പതിവ് തെറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രസാദ ശുദ്ധിക്രിയ ഈ മകരവിളക്ക് മഹോത്സവത്തിന് മുൻപായി സന്നിധാനത്ത് നടക്കുന്നതാണ്. അത് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആരംഭിച്ച് അതും അവസാനിച്ചു. അല്പസമയം മുമ്പായിരുന്നു ദീപാരാധനാ ദർശനവും ഉണ്ടായിരുന്നത്.
വലിയ തോതിൽ ഭക്തജന തിരക്ക് ഇപ്പോഴുമുണ്ട്. അത് നാളെയും മറ്റന്നാളുമായി കൂടാൻ തന്നെയാണ് സാധ്യത. പർണശാലകൾ കെട്ടി ശബരിഗിരീശനെ അവസാനമായി ഒരു നോക്ക് കണ്ട് സായുജ്യമടഞ്ഞ് മലയിറങ്ങാൻ പർണശാലകൾ കെട്ടി കാത്തിരിക്കുകയാണ് ഓരോ അയ്യപ്പന്മാരും. 15-ാം തീയതി വൈകുന്നേരം ആണ് മകരസംക്രമ പൂജയും മകരവിളക്ക് ദർശനവും മകരജ്യോതി ദർശനവും നടക്കുന്നത്. സർവാഭരണ വിഭൂഷിതനായ ശബരിമല ശാസ്താവിനെ അന്ന് കണ്ട് ദർശന സായുജ്യമടയാം. എസ് ശ്രീകാന്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അയോധ്യയിലെ രാഷ്ട്രീയം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രധാനമന്ത്രി നിർവഹിക്കുന്നതിൽ വിമർശനം കടുപ്പിച്ച് പുരി ശങ്കരാചാര്യർ. രാഷ്ട്രീയ നേതാക്കൾ ചെയ്യാൻ ഇത് പ്രതിമാ അനാച്ഛാദനമല്ലെന്നും വിഗ്രഹ പ്രതിഷ്ഠയാണെന്നും നിശ്ചലാനന്ദ സരസ്വതി പ്രതികരിച്ചു. അയോധ്യയിലേത് BJPയുടെ രാഷ്ട്രീയ പ്രചാരണമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അതിനിടെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സമാജ്വാദി പാർട്ടിക്കും BSPക്കും ക്ഷണം ലഭിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിലാണ് പുരി ശങ്കരാചാര്യർ എതിർപ്പ് ഉന്നയിക്കുന്നത്. വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് ആചാരവിധി പ്രകാരമെന്ന് പുരി ശങ്കരാചാര്യർ നിശ്ചലാനന്ദ സരസ്വതി പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾക്ക് പരിധിയുണ്ടെന്നും ഓർമ്മപ്പെടുത്തൽ. विधि निषेध में ही संविधान होता है, तो शास्त्र सम्मत विधा से भगवान की प्रतिष्ठा हो, पूजा आदि का प्रक्रम हो, इतनी सी बात है. इसमें कोई शंकराचार्य विज्ञान को प्राप्त नहीं है, मतभेद किसी में नहीं है. പുരി ശങ്കരാചാര്യന്മാരുടെ വിമർശനം കോൺഗ്രസ് ഏറ്റെടുത്തു. അയോധ്യയിൽ BJP നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇവരിപ്പം നടത്തുന്നത് അയോധ്യയിൽ നടത്തുന്നത് ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് 2024 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ലോഞ്ചാണ് 22-ാം തീയതി. അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലല്ലോ. ഉത്തർപ്രദേശ് BJPയുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെ ക്ഷണിച്ചത്. കർസേവകർക്കെതിരെ വെടിവെച്ച സമാജ്വാദി പാർട്ടിയെ ക്ഷണിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു UP BJPയുടേത്. ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യം അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിട്ടില്ല. 24 ഡൽഹി. മല്ലികാർജുൻ ഖാർഗെയെ ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷനാക്കാൻ ധാരണ. കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ നിതീഷ് കുമാർ വിസമ്മതം അറിയിച്ചതായി സൂചനയുണ്ട്. മമതാ ബാനർജിയും അഖിലേഷ് യാദവുമായി ആലോചിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. ഇന്ത്യ സഖ്യകക്ഷികളെ കോൺഗ്രസ് ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയെ അധ്യക്ഷനാക്കാനുള്ള ധാരണ. നിതീഷ് കുമാറിനെ കൺവീനറായി തീരുമാനിച്ചേക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ നിതീഷ് കുമാർ ഈ തീരുമാനത്തെ എതിർത്തു. പദവികൾ വേണ്ടെന്നും BJPക്കെതിരായ പോരാട്ടമാണ് പ്രധാനമെന്നും യോഗത്തിൽ നിതീഷ് പറഞ്ഞു. മമതാ ബാനർജിയുടെ അതൃപ്തി കണക്കിലെടുത്താണ് നിതീഷിന്റെ തീരുമാനമെന്നാണ് സൂചന. യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന മമതാ ബാനർജി, അഖിലേഷ് യാദവ് എന്നിവരുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം. നാളെ ആരംഭിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ക്ഷണിച്ചു. മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ ഐക്യമില്ലെന്നും പ്രധാനമന്ത്രിയാകണമെന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാ പാർട്ടികളുടെയും നേതാക്കളെന്നും BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് വിമർശിച്ചു. 24 ഡൽഹി. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.